മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ സംരക്ഷണവും സഹായവും ഈ ദിവസത്തെ നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും നിങ്ങൾ പോകുന്ന വഴികളിലും നിറഞ്ഞു നിൽക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ തിരുവചനത്തില് നമ്മൾ ഇങ്ങനെ വായിച്ച് ധ്യാനിക്കുകയാണ്: ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഈശോ നല്ല ഇടയനാണ്. ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നത് പോലെ ഈശോ തന്റെ മക്കൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ഉയർച്ച ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈശോ തന്റെ ജീവൻ അർപ്പിച്ചത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഒരു ഇടയൻ തന്റെ ആടിനു വേണ്ടി ജീവൻ അർപ്പിക്കുന്നത് ആ ആട് വളരാനാ, ആടിന്റെ ജീവിതത്തിൽ നന്മയുണ്ടാവാനാ, ആട് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ. ആ ആടിനെ ശത്രു നശിപ്പിക്കാനായിട്ട് വരുമ്പോഴാണ് അതിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടയൻ തന്റെ ജീവനെ കൊടുക്കേണ്ടി വരുന്നത്. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ വളർത്താൻ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഉയർത്താൻ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് സംരക്ഷണം നൽകാൻ ഈശോനാഥൻ തന്റെ ജീവനെ ബലിയായി കൊടുത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, നമ്മുടെ ജീവിതത്തിനൊരു വളർച്ചയുണ്ട്, നമ്മുടെ ജീവിതത്തിനൊരു ഉയർച്ചയുണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ നന്മയുണ്ട്. അത് ഈശോ നമുക്ക് നൽകിയിരിക്കുന്നതാണ്. ആ ഈശോ തന്റെ ജീവൻ കൊടുത്ത് നമുക്ക് ഓരോരുത്തർക്കും നേടിത്തന്നിരിക്കുന്ന വളർച്ചയും ഉയർച്ചയും ജീവിതത്തിന്റെ നന്മയും നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാകണം, വിശുദ്ധി ഉണ്ടാകണം. അത് നമ്മൾ ഓരോരുത്തരും മറന്നു പോകരുത്. ഈശോ നല്ല ഇടയനായതുകൊണ്ട് തന്റെ ജീവനെ കൊടുത്തു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി. ഈശോ തന്റെ ജീവനെ കൊടുത്തതിന്റെ കൃപ, അതിന്റെ വളർച്ചയും ഉയർച്ചയും നമ്മുടെ ജീവിതത്തിന് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വിശുദ്ധി ഉണ്ടാകണം, നന്മയുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വിശുദ്ധിയിലും നന്മയിലും ജീവിച്ച് നല്ല ഇടയൻ എനിക്ക് വേണ്ടി സമർപ്പിച്ച ജീവന്റെ വില, അതിലൂടെ ലഭിച്ച വളർച്ച, അതിലൂടെ ലഭിച്ച ഉയർച്ച, അതിലൂടെ ലഭിക്കുന്ന നന്മ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. കരങ്ങളിൽ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് ഈശോയെ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ നൽകണം, അതിലൂടെ നന്മയും ഉയർച്ചയും വളർച്ചയും എനിക്ക് നൽകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഓരോരുത്തരെയും സഹായിക്കണമേ, സംരക്ഷിക്കണമേ. കർത്താവേ, ഇവരുടെ ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് എല്ലാ തിന്മകളും, ബന്ധനങ്ങളും, കെട്ടുകളും, പിശാചിന്റെ ഉപദ്രവങ്ങളും, നാരകീയ ശക്തികള്, രോഗശക്തികള്, ശാപശക്തികള്, പരാജയങ്ങള് നിർവീര്യമായി തീരട്ടെ. അന്ധകാര ശക്തികൾ ഇപ്പോൾ ഇവരിൽ നിന്ന് വിട്ടുപോട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.